ശ്രദ്ധിക്കപ്പെടാതെ പോയ ടൈറ്റിൽ സോങ്സ്. എന്താണ് ടൈറ്റിൽ സോങ്? ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ടൈറ്റിൽ എഴുതി കാണിക്കുന്ന ടൈമിൽ ഉപയോഗിക്കുന്ന ഗാനങ്ങളെയാണ് ടൈറ്റിൽ സോങ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ മനോഹരമായ ടൈറ്റിൽ സോങ്സ് ഉള്ള ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ മലയാളത്തിലുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടോപ്പ് 5 ആണ്. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. ഫഹദ് ഫാസിൽ ആദ്യമായി അഭിനയിച്ച് 2002 പുറത്തിറങ്ങിയ, ഫാസിൽ സംവിധാനം ചെയ്ത കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രം. ഈ ചിത്രത്തിൽ മനോഹരമായ ടൈറ്റിൽ സോങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്നാലും വേണ്ട രീതിയിൽ ഒരു ശ്രദ്ധ കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ് ഈ ഗാനത്തിന്. അത്രയ്ക്ക് മനോഹരമായ ഒരു ടൈറ്റിൽ സോങ് ആണ്. കേട്ടു നോക്ക്. സുരേഷ് ഗോപി നായകനായി ജോഷി സംവിധാനം ചെയ്ത ലേലം എന്ന ചിത്രം. ഈ ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ ഒരു നല്ല ടൈറ്റിൽ സോങ് ഉണ്ട്. ഇത് അധികമാരും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കേട്ടു നോക്ക്. ഇത്തരത്തിൽ നല്ല ടൈറ്റിൽ സോങ്സ് ഉണ്ടായിട്ടും വേണ്ട രീതിയിൽ ആ ടൈറ്റിൽ സോങ്സ് ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരുപാട് ചിത്രങ്ങളുണ്ട്. നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് കടക്കാം. നമ്പർ 3. ഇതും സുരേഷ് ഗോപിയെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്ത അടുത്ത ചിത്രം വാഴുന്നോർ. ഈ ചിത്രത്തിലും മനോഹരമായ ഒരു ടൈറ്റിൽ സോങ് ഉണ്ട്. സംഗീതം ചെയ്തിരിക്കുന്നത് ഔസേപ്പച്ചനാണ്. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി തന്നെയാണ്. പൊന്നാന പുറമേറണമേട സൂര്യൻ കാർമേഘത്തിടമ്പെടുക്കണതെന്തിനാണ്? കാണാമണി ചാന്തണിയണ കന്നിവരമ്പത്ത്, കാണാമണി ചാന്തണിയണ കന്നിവരമ്പത്ത്. നമ്പർ 2. നമ്മുടെ ലാലേട്ടൻ നായകനായ ചതുരംഗം എന്ന ചിത്രം. ഈ ചിത്രത്തിന് സംഗീതം ചെയ്തിരിക്കുന്നത് MG ശ്രീകുമാറാണ്. ഈ ചിത്രത്തിലും മനോഹരമായൊരു ടൈറ്റിൽ സോങ് ഉണ്ട്. കേട്ടു നോക്ക്. പൂക്കണ് പൂക്കണ് പൂവരസ് കായ്ക്കണ് കായ്ക്കണ് പൂങ്കനവ്, ഇങ്ങിണി മലയുടെ കുളിർ മാറി നുള്ളണ് നുള്ളണ് പൊൻവെയില്. ലേലം, വാഴുന്നോർ, ചതുരംഗം, ഈ 3 ചിത്രത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ 3 ചിത്രം തുടങ്ങുന്നത് ഏകദേശം ഒരുപോലെ തന്നെയാണ്, അല്ലെ? ഒന്ന് നോക്കി. ഓക്കെ, ലിസ്റ്റിൽ 1ാമത്തെ ചിത്രം ഇതിന്റെ ടൈറ്റിൽ സോങ് ഈ 2ാമത് പടം റിലീസ് ആയാലും അടുത്തിടയ്ക്ക്. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷെ ആദ്യം 1993 ഇറങ്ങിയപ്പോൾ ഈ ടൈറ്റിൽ സോങ് അത്രയ്ക്ക് ശ്രദ്ധിച്ചിരുന്നോ എന്ന സംശയമാണ്. എന്നാലും ടൈറ്റിൽ സോങ് ഒന്ന് കേട്ടു നോക്ക്. സംഗീതം ചെയ്തിരിക്കുന്നത് MG രാധാകൃഷ്ണനാണ്. ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമലയും മധു മുട്ടവുമാണ്. പക്ഷെ ഈ ടൈറ്റിൽ സോങ് എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമലയാണ്. ഈ ഗാനം പാടിയിരിക്കുന്നത് G വേണുഗോപാൽ, സുജാത, ചിത്ര, MG രാധാകൃഷ്ണൻ എന്നിവർ ചേർന്നാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാറ് ഇതിൽ MG രാധാകൃഷ്ണൻ പാടിയ പോർഷൻ ഏതായിരിക്കുന്നു? ഇതാ കേട്ട് നോക്ക്. ഓക്കെ, അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ.
കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വിഷയങ്ങളുമായി ഇനി അടുത്ത എപ്പിസോഡിൽ കാണും വരെ ബൈ.